ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതിൻ്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്, അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു, ചർച്ച ചെയ്ത് മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഇന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഓണേഴ്സ് അവരുടെ പേഴ്സണൽ ആവശ്യത്തിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ആ എമൗണ്ടിന് ബിസിനസ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുകയാണ്. പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് മേടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒരു ഇൻകമാണ്. പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാപിറ്റൽ കുറക്കുന്ന ഐറ്റമാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടവും, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻകവുമായിട്ട് നമുക്കതിനെ കണക്കാക്കാം. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷനിൽ ഉണ്ടാകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഓരോ പാർട്ട്ണറും അവർ ബിസിനസ് ചെയ്യുന്നത്, ബിസിനസ്സിൽ പങ്കാളികളാകുന്നത് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ സാധാരണഗതിയിട്ട് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് അവർ ബിസിനസ്സിൽ നിന്ന് നിശ്ചിത എമൗണ്ട് ഇങ്ങനെ പിൻവലിച്ചുകൊണ്ടിരിക്കും അല്ലേ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഒക്കെ നിശ്ചിത എമൗണ്ട് ഇങ്ങനെ പിൻവലിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ തുക, ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരല്പം കോംപ്ലിക്കേഷനുള്ള കാര്യം തന്നെയാണ്. കാരണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാതിരിയല്ല, അതിൽ വിഡ്രോവലും അതുപോലെ തന്നെ അഡീഷണൽ കൊണ്ടുവരുന്നതൊക്കെ വളരെ റയറായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണെങ്കിൽ ഡ്രോയിങ്സിൻ്റെ കാര്യം അങ്ങനെയല്ല. ഫ്രീക്വൻ്റ് ആയിട്ട് ഡ്രോയിങ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും ബിസിനസ്സിൽ. അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് അവർ ചെറിയ ചെറിയ എമൗണ്ട് പ്രതീക്ഷിക്കുന്ന ലാഭത്തിൽ നിന്ന് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അവരിങ്ങനെ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഓക്കെ, ആ എമൗണ്ടിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഈ എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ടുള്ള നിയമവശങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ പറഞ്ഞിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ച്? അത് എപ്പോഴും ചാർജ് ചെയ്യാൻ പാടുള്ളൂ? പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അല്ലേ. പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് എപ്പോഴാണ്? പാർട്ട്നേഴ്സ് തമ്മിൽ പരസ്പരം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് പാർട്ണർഷിപ്പ് ഡീഡിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് തിങ് ഓർത്തിരിക്കേണ്ട കാര്യം അല്ലേ. ഓക്കെ, ദെൻ രണ്ടാമതായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുന്നത്? ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെയാണ് അല്ലേ. പിന്നെ അവരെ കയ്യിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്തിനാണ് ഇങ്ങോട്ട് ചാർജ് ചെയ്യുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്തില്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഒരുപക്ഷെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ എമൗണ്ട് ബിസിനസ്സിൽ നിന്ന് ചിലപ്പോൾ പിൻവലിച്ചേക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രവണത അത് ഇല്ലാതാക്കാൻ, അത് കുറക്കാൻ വേണ്ടിയിട്ടാണ്, എക്സസീവ് വിഡ്രോയിങ്സ് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ, അതായത് ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണമെന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ പാർട്ണർഷിപ്പ് ഡീഡിൽ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് ഇൻട്രസ്റ്റും ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാർട്ട്ണർ പിൻവലിക്കുമ്പോൾ അപ്പോൾ മറ്റുള്ള പാർട്ട്ണറും തോന്നും നമുക്ക് ഇച്ചിരി കൂടുതൽ എമൗണ്ട് പിൻവലിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഡ്രോയിങ്സ് അത്യാവശ്യത്തിന് മാത്രമാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യുക, പാർട്ട്നേഴ്സ് പിൻവലിക്കുന്ന തുകക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് അടിസ്ഥാന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇനി നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷനിൽ പോവുകയാണ്. കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന്, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നത്, വെൻ ഫിക്സഡ് എമൗണ്ട്സ് ആർ വിഡ്രോൺ എവറി മന്ത്. ഫിക്സഡ് എമൗണ്ട്, നിശ്ചിത എമൗണ്ട്, ആൻഡ് ദാറ്റ്സ് ടു വിഡ്രോൺ എവറി മന്ത്. അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ എങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം? എന്താ ഇവിടെ പറഞ്ഞത്? ഫിക്സഡ് എമൗണ്ട്, ഒരു നിശ്ചിത സംഖ്യ, അതോ ആൻഡ് ഇറ്റ് ഈസ് വിഡ്രോൺ എവറി മന്ത്, എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ദെൻ ആ വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇപ്പോൾ നിശ്ചിത സംഖ്യ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2000 രൂപ
എല്ലാ മാസവും ഇപ്പോൾ അവരുടെ ചിലവിനായിട്ട് എല്ലാ പാർട്ട്നേഴ്സും അവരുടെ ചിലവിനായിട്ട് മാസം 2000 രൂപ വെച്ച് പിൻവലിക്കുകയാണ് ഡ്രോയിങ്സ് ആയിട്ട് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക? ഓക്കെ, നോക്കാം. ഇവിടെയും വേറൊരു പ്രശ്നമുണ്ട്. എല്ലാ മാസവും എന്ന് പറയുമ്പോൾ ആ മാസത്തിൻ്റെ തുടക്കത്തിലാണോ, ആ മാസത്തിൻ്റെ മിഡിലാണോ, അല്ലെങ്കിൽ ആ മാസത്തിൻ്റെ എൻഡിലാണോ എന്ന് പറയുന്ന 3 സാഹചര്യങ്ങൾ കൂടി വരുന്നുണ്ട് അല്ലേ. ഓക്കെ, എല്ലാ മാസവും നിശ്ചയ തുക പിൻവലിക്കുക എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത്, എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിലാണ്, ആദ്യത്തെ ദിവസമാണ് എങ്കിൽ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ് ഫോർ 6.5 months. 6.5 മാസത്തേക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്താ പറയുന്നത്? ഈ സാഹചര്യം എങ്ങനെയാണ്? എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ പാർട്ട്ണർ പിൻവലിക്കുകയാണ്. ഓക്കെ, ആ പിൻവലിക്കുന്നത് എല്ലാ മാസവും തുടക്കത്തിലാണെങ്കിൽ, അതായത് ജനുവരി 1-ാം തീയതി പിൻവലിച്ചു, ഫെബ്രുവരി 1-ാം തീയതി പിൻവലിച്ചു, മാർച്ച് 1-ാം തീയതി പിൻവലിച്ചു, അങ്ങനെ 12 മാസവും മാസത്തിൻ്റെ തുടക്കത്തിലാണ് എമൗണ്ട് പിൻവലിച്ചിട്ടുള്ളതെങ്കിൽ, അതും നിശ്ചിത സംഖ്യ മാത്രമാണെങ്കിൽ, നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി? മൊത്തം ഡ്രോയിങ്സ് എത്രയുണ്ട് എന്ന് കണക്കാക്കിയിട്ട് അതിനൊരു നിശ്ചിത ശതമാനം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ആ ശതമാനം എത്ര മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? 6.5 monthsലേക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് കിട്ടും. ഓക്കെ, ഫൈൻ. ഇനി രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇഫ് വിഡ്രോൺ അറ്റ് ദ എൻഡ് ഓഫ് എവറി മന്ത്. മാസത്തിൻ്റെ അവസാനമാണ് ഡ്രോയിങ്സ് നടത്തുന്നത്. മാസത്തിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ ജനുവരി 31 അല്ലെങ്കിൽ ഫെബ്രുവരി 28-ാം തീയതി, മാർച്ച് 31-ാം തീയതി, അങ്ങനെ മാസത്തിൻ്റെ അവസാനമാണ് ഈ പറയുന്ന നിശ്ചിത സംഖ്യ പിൻവലിക്കുന്നതെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര മാസത്തേക്കാണ്? 5.5 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ മതി. 5.5 months. ഇനി മൂന്നാമത്തെ സാഹചര്യം മിഡിൽ ഓഫ് ദ മന്ത്. എ വിഡ്രോൺ ഡ്യൂറിങ് ദ മിഡിൽ ഓഫ് എവറി മന്ത്. അതായത് മിഡിൽ എന്ന് പറയുമ്പോൾ 15-ാം തീയതി എന്ന് കണക്കാക്കാം ആവറേജ് ആയിട്ട് അല്ലേ. എല്ലാ മാസവും മാസത്തിൻ്റെ പകുതിയിലാണ് ഈ വിഡ്രോവൽ നടത്തുന്നതെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് എത്ര മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? 6 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരു നിശ്ചിത സംഖ്യ എല്ലാ മാസവും പിൻവലിക്കുന്ന കേസാണെങ്കിൽ, ദെൻ ആ പിൻവലിക്കുന്നത് മാസത്തിൻ്റെ തുടക്കത്തിലാണെങ്കിൽ 6.5 മാസത്തേക്ക്, മാസത്തിൻ്റെ അവസാനമാണെങ്കിൽ 5.5 മാസത്തേക്ക്, ദെൻ ആ മാസത്തിൻ്റെ മിഡിലാണെങ്കിൽ എത്ര മാസത്തേക്ക്? 6 മാസത്തേക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഫൈൻ. എങ്ങനെയാണ് ഈ കാൽക്കുലേഷൻ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. ഓക്കെ, അതൊന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി വെരി ഈസി. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുക്കാം. അപ്പോൾ ഉദാഹരണത്തിൽ ലെറ്റ്സ് സേ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ എവറി മന്ത്. എല്ലാ മാസവും നിശ്ചിത സംഖ്യ പിൻവലിക്കുകയാണ്. വിഡ്രോ ചെയ്ത എമൗണ്ട് എത്രയാണ്? 2400 രൂപയാണെന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ എല്ലാ മാസവും 2400 രൂപ വിഡ്രോ ചെയ്യുന്നു അല്ലേ. എവറി മന്ത് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 12 മാസവും 2400 രൂപ വിഡ്രോ ചെയ്യുന്നൊരു കേസാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുള്ളത് 10% കരുതുക. ഓക്കെ, ഇനി നമ്മൾ ഈ 3 സാഹചര്യങ്ങളും ഒന്ന് നോക്കുകയാണ്. ഏതൊക്കെ 3 സാഹചര്യങ്ങൾ? ഈ 2400 രൂപ വിഡ്രോ ചെയ്യുന്നത് എല്ലാത്തും മാസത്തിൻ്റെ തുടക്കത്തിലാണെങ്കിൽ, മാസത്തിൻ്റെ അവസാനമാണെങ്കിൽ, ദെൻ മാസത്തിൻ്റെ മിഡിലാണെങ്കിൽ അല്ലേ. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു. എന്താണ്, എങ്ങനെ ചെയ്താൽ മതി എന്നാൽ, മാസത്തിൻ്റെ തുടക്കത്തിലാണെങ്കിൽ 6.5 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. മാസത്തിൻ്റെ നടുവിലാണെങ്കിൽ, മിഡിലാണ് വിഡ്രോ ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ 15-ാം തീയതിയാണ് വിഡ്രോ ചെയ്തതെങ്കിൽ 6 മാസത്തേക്ക്, ദെൻ മാസത്തിൻ്റെ അവസാനമാണെങ്കിൽ 5.5 മാസത്തേക്ക് അല്ലേ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഒരു ഉദാഹരണം വെച്ചിട്ട്. ഓക്കെ, ഫൈൻ. ലെറ്റ്സ് സീ. ആദ്യം നമുക്ക് മാസത്തിൻ്റെ തുടക്കത്തിലാണെങ്കിൽ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. അപ്പോൾ മാസത്തിൻ്റെ തുടക്കത്തിലാണെങ്കിൽ ആദ്യം വിഡ്രോ ചെയ്യുന്നത് ജനുവരി 1-ാം തീയതി ആയിരിക്കും അല്ലേ. അപ്പോൾ ചാർട്ടിൽ അവിടെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കാതെ നോർമൽ കേസിനാണെങ്കിൽ എങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ 1-ാം തീയതി വിഡ്രോ ചെയ്തു 2400 രൂപ. അപ്പോൾ ആ വർഷം അവസാനിക്കുന്നവരെ 12 മാസം ഉണ്ടാവും അല്ലേ. ശരിയല്ലേ, ഒരു വർഷം മുഴുവനുണ്ട്. അപ്പോൾ അതിന് 10% നിരക്കിൽ ആ 1-ാം തീയതി ജനുവരി പിൻവലിച്ച ഡ്രോയിങ്സിന് 240 രൂപ ഇൻട്രസ്റ്റ് വരും. ശരിയല്ലേ. ഓക്കെ, പിന്നെ ഫെബ്രുവരിയിൽ അയാൾ വീണ്ടും പിൻവലിക്കും 2400 രൂപ അല്ലേ. അപ്പോൾ 2400 രൂപ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി തുടക്കത്തിലാണ്. അപ്പോൾ ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ 11 മാസമാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ 11 മാസത്തേക്ക് 10% ഇൻട്രസ്റ്റ് നിരക്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ എത്രയാണ് ഇൻട്രസ്റ്റ് വരിക? 220.
ദെൻ അതുപോലെ മാർച്ചിലത് 10 മാസം, ഏപ്രിലിലേത് 9 മാസം, ദെൻ മെയ്യിൽ 8 മാസം, ജൂണിൽ 7 മാസം, ജൂലൈയിൽ 6 മാസം, അങ്ങനെ ഓരോ മാസത്തെയും വിഡ്രോയിങ്സിൻ്റെ നിങ്ങൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് 1560 രൂപയാണ് കിട്ടുക. ശരിയല്ലേ? ഓക്കെ, ഇതെങ്ങനെയാണ്? ഇത് നിങ്ങൾ സാധാരണഗതിയിൽ ഷോർട്ട് കട്ടൊന്നും ഉപയോഗിക്കാതെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്രയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, ആ വർഷം ടോട്ടൽ വിഡ്രോ ചെയ്ത് 12 മാസമായിട്ട് ടോട്ടൽ വിഡ്രോ ചെയ്ത് എത്രയുണ്ട്? ആദ്യത്തെ കുളം നോക്കുക, 28,800 രൂപ. മാസത്തിൻ്റെ എല്ലാത്തിനും കൂടി ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 78 മാസവും അല്ലേ? ഓക്കെ, ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് 1560 രൂപ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും അല്ലേ? ഓക്കെ, അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? എന്താണ്? മാസത്തിൻ്റെ തുടക്കത്തിൽ ആണ് പിൻവലിക്കുന്നതെങ്കിൽ നിശ്ചിത തുകയാണെങ്കിൽ നിങ്ങൾ എത്ര കാൽക്കുലേറ്റ് ചെയ്താൽ മതി? 6.5 മന്ത്സിന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതേ ഉത്തരം കിട്ടണമല്ലോ, 1560 രൂപ തന്നെ കിട്ടണമല്ലോ. അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഫൈൻ, നോക്കാം. ടോട്ടൽ ഡ്രോയിങ്സ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഷോർട്ട് കട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം? മൊത്തം എത്ര ഡ്രോയിങ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കണം അല്ലേ? ഇപ്പോൾ 2600 രൂപ വെച്ചിട്ട് 12 മാസം വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഡ്രോയിങ്സ് എത്രയുണ്ട്? 28,800 രൂപ. ഓക്കെ, ദെൻ ഈ 28,800 രൂപക്ക് 10% നിരക്കിൽ 6.5 മാസത്തേക്ക് നിങ്ങൾ കൊണ്ടു നോക്കൂ, കൃത്യം 1560 രൂപ കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ രീതി ഉപയോഗിക്കല്ലേ എളുപ്പം? ഇത്രയും ചാർട്ടൊക്കെ വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട, ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നിശ്ചിത സംഖ്യ എല്ലാ മാസവും വിഡ്രോ ചെയ്യുകയാണ്. അത് മാസത്തിൻ്റെ തുടക്കത്തിലാണെങ്കിൽ നിങ്ങൾ 6.5 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതല്ലേ എളുപ്പം? ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ 6.5 മാസം എന്ന് പറയുന്ന കണക്ക് വന്നത്? അതും കൂടി ഒന്ന് മനസ്സിലാക്കാമല്ലോ. നിങ്ങൾ ഈ ചാർട്ടിൽ നമ്പർ ഓഫ് മന്ത്സ് എന്ന് പറയുന്ന കോളം എടുക്കുക. അതിൽ ടോട്ടൽ എത്രയാണ് വന്നിട്ടുള്ളത്? 78 മാസമാണ് വന്നിട്ടുള്ളത് അല്ലേ? ഈ മാസങ്ങളെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അതിൻ്റെ ആവറേജ് അങ്ങ് എടുത്തതാണ്. ആവറേജ് എന്ന് പറയുമ്പോൾ 78നെ 12 വിഡ്രോയിങ്സ് ആണ് നടന്നിട്ടുള്ളത് അല്ലേ? 78/12 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? 6.5 മന്ത്സ് എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് നിങ്ങൾ ഈ കേസുകൾ മനസ്സിൽ വ്യക്തമായ ധാരണ വേണം. ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണ്. ആ വിഡ്രോ ചെയ്യുന്ന എല്ലാ മാസത്തിൻ്റെ തുടക്കത്തിലാണ് എങ്കിൽ നിങ്ങൾ 6.5 മാസത്തേക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. മറന്നില്ലല്ലോ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് എടുക്കാം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞത് നമുക്ക് മിഡിൽ ഓഫ് ദ മന്ത് എടുക്കാം. മിഡിൽ ഓഫ് ദ മന്ത് എന്ന് പറയുമ്പോൾ എത്രാം തീയതിയാണ്? 15-ാം തീയതിയാണ് മിഡിൽ ഓഫ് ആയിട്ട് വരിക അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം ജനുവരി 15-ാം തീയതി വിഡ്രോ ചെയ്തിട്ടുണ്ടാകും, പിന്നെ ഫെബ്രുവരി 15, മാർച്ച് 15 എന്നിങ്ങനെ ദിവസമായിരിക്കും അല്ലേ? ഓക്കെ, നോക്കാം. തുകയിൽ വ്യത്യാസമൊന്നുമില്ല, ഈ സെയിം എമൗണ്ട് തന്നെയാണ്, പക്ഷേ മാസം വ്യത്യാസം വരും അല്ലേ? 15-ാം തീയതി വിഡ്രോ ചെയ്യുക എന്ന് പറയുമ്പോൾ ദെൻ ആ വർഷം പിന്നെ 11.5 മാസമേ ഉണ്ടാവുള്ളൂ അല്ലേ? 11.5 മാസത്തേക്ക് 10% ഇൻട്രസ്റ്റ് നിരക്കിൽ എത്ര വരിക? 230 രൂപ. ദെൻ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ 10.5 മാസം, മാർച്ച് എന്ന് പറയുമ്പോൾ 9.5 മാസം. അങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ മാസത്തേക്കും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും അവസാനത്തെ മാസം, അതായത് ഡിസംബറിൽ വിഡ്രോ ചെയ്യുന്ന 1/2 മാസം മാത്രമേ വരുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 1440 രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ? ഓക്കെ, ടോട്ടൽ എത്ര മാസങ്ങൾ വരുന്നുണ്ട്? ഇതിൻ്റെ മാസങ്ങൾ ടോട്ടൽ എടുക്കുമ്പോൾ 72 അല്ലേ? അപ്പോൾ 72നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ആവറേജ് ആയിട്ട് 6 മാസമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മാസവും മിഡിലാണ്, അതായത് 15-ാം തീയതിയാണ് ഡ്രോയിങ്സ് നടത്തുന്നതെങ്കിൽ നിങ്ങൾ എത്ര മാസത്തേക്ക് ഇൻട്രസ്റ്റ് കണ്ടാൽ മതി? 6 മാസത്തേക്ക് അല്ലേ? അപ്പോൾ അങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഇതേ 1440 കിട്ടണമല്ലോ. നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 2400 × 12, അതായത് ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിലും വ്യത്യാസം ഉണ്ടാവില്ല അല്ലേ? 28,800 രൂപ വരികയാണ്. അതിന് 10% നിരക്കിൽ 6 മാസത്തേക്ക് കാണുമ്പം കൃത്യം നിങ്ങൾക്ക് 1440 രൂപ കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കേസിലുള്ള ഷോർട്ട് കട്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന സമയത്തും ഈ ഷോർട്ട് കട്ടിൽ മാത്രം ചെയ്താൽ മതി. ചാർട്ട് വരച്ച് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതൊക്കെ എഴുതി വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നിങ്ങളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എളുപ്പം. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു, ആ വിഡ്രോ ചെയ്യുന്നത് മാസത്തിൻ്റെ പകുതിയിലാണ്, എല്ലാ മാസത്തിൻ്റെയും പകുതിയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി 6 മാസത്തേക്ക് പലിശ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഫൈൻ. ഇനി മൂന്നാമത്തെ സാഹചര്യം അതെന്താണ്? എൻഡ് ഓഫ് ദ മന്ത് അല്ലേ? എല്ലാ മാസവും അവസാനം. അപ്പോൾ ജാനുവരി 31-നായിരിക്കും. അപ്പോൾ പിന്നീട് ആ മാസം വർഷം അവസാനിക്കുന്നവരെ 11 മാസമേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് 11 മാസത്തേക്ക് 220.
ദെൻ ഫെബ്രുവരി 10 മാസം, മാർച്ച് 9 മാസം, ഏപ്രിൽ 8 മാസം. അപ്പോൾ അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് എത്രയാണ്? 1320. ഡ്രോയിങ്സിൽ മാറ്റം ഉണ്ടാവും. അല്ല, 12 മാസം വിഡ്രോ ചെയ്യുന്നുണ്ട്, 28,800 രൂപ തന്നെയാണ്. മാസം നോക്കൂ, 66 മാസമേ വരുന്നുള്ളൂ. അപ്പോൾ അതിന് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 5.5 മാസം എന്ന് കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാ മാസവും മാസത്തിൻ്റെ അവസാനത്തിലാണ് ഇൻട്രസ്റ്റ് വിഡ്രോയൽ നടത്തുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 5.5 മാസത്തേക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഈ 1320 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് കിട്ടണമല്ലോ അല്ലേ? അത് കിട്ടുന്നുണ്ടോ നോക്കാമല്ലോ. ഓക്കെ, നോക്കൂ, ടോട്ടൽ ഡ്രോയിങ്സ് കാണുന്നു ആദ്യം, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണെന്ന് 5.5 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1320 ആയിട്ട് കിട്ടുന്നു. ഫൈൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഇത് ചെയ്യുമ്പം ആദ്യം മനസ്സിലാക്കുക, ആദ്യം കാണേണ്ടത് എന്താണ്? ടോട്ടൽ ഡ്രോയിങ്സ് എത്രയാണെന്ന് കാണണം അല്ലേ? അപ്പോൾ മാസം 2000 രൂപ അല്ലെങ്കിൽ 2400 രൂപ വിഡ്രോ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ 2400-ൻ്റെ 5.5 മാസത്തേക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തെറ്റും അല്ലേ? പലപ്പോഴും പരീക്ഷയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാറുണ്ട്. 5.5 മാസം അല്ലെങ്കിൽ 6 മാസം ആ കാൽക്കുലേഷൻ അവർക്ക് ഓർമ്മയുണ്ടാവും, പക്ഷേ ടോട്ടൽ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം അവർ മറക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ വർഷത്തെ മൊത്തം ഡ്രോയിങ്സ് എത്രയാണെന്ന് കാണുക. അതിന് ഓരോ മാസം വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെ 12 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് ടോട്ടൽ ഡ്രോയിങ്സ് കിട്ടും. ദെൻ അതിൻ്റെ എത്ര ശതമാനമാണ് നിരക്കിൽ, ആ നിരക്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അത് ഈ പറയുന്ന രൂപത്തിൽ 5.5 മാസത്തേക്ക് ചുരുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ 3 സാഹചര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് ആ 3 സാഹചര്യങ്ങൾ? ഒരിക്കൽ കൂടി പറയാണ്. വിഡ്രോ ചെയ്യുന്നത് ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത്, എല്ലാ മാസവും വിഡ്രോ ചെയ്യുന്നു. അത് വിഡ്രോ ചെയ്യുന്നത് ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് ആണെങ്കിൽ നിങ്ങൾ എത്ര മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യണം? ആദ്യം ടോട്ടൽ ഡ്രോയിങ്സ് കണ്ടതിന് ശേഷം ആ ടോട്ടൽ ഡ്രോയിങ്സിൻ്റെ 6.5 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ വിഡ്രോ ചെയ്യുന്നത് മിഡിൽ ഓഫ് എവറി മന്ത്, എല്ലാ മാസത്തിൻ്റെയും പകുതിയിലാണെങ്കിൽ നിങ്ങൾ എത്ര മാസത്തേക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം? 6 മാസത്തേക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. Okay, then if it is withdrawn at the end of every month, then what is your calculation? You will have to calculate it for 5.5 months. Clear? Okay. അപ്പോൾ ഈ 3 സാഹചര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങിൻ്റെ കാൽക്കുലേഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് 3 മാർക്ക് അല്ലെങ്കിൽ 2-4 മാർക്കിനൊക്കെ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആ പ്രാധാന്യത്തോടു കൂടി കൂടുതൽ ചോദിക്കുന്നത് ഈ ഏരിയയിൽ തന്നെയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കേസ് തന്നിട്ട് അതിൽ ആ കേസിലുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ ആ പ്രാധാന്യത്തോടു കൂടി ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ. ഒരു കാര്യം കൂടി, നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചാർട്ട് വരച്ച് ഓരോ മാസത്തെയും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്താൽ മതി? ഈ ഫോർമുല ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ആ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്ത് അയക്കേണ്ടത്. ഓക്കെ, ഫൈൻ. താങ്ക് യു. ബൈ.